ബ്രില്യൻസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിൽ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന കവിതയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഗാന്ധാരി വിലാപം എന്ന കവിത എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അപ്പോൾ നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 16-ാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടം. മഹാഭാരതം കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളായിട്ട് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഈ ഗാന്ധാരി വിലാപം എന്ന കവിതയിലേക്കൊന്ന് പ്രവേശിക്കാം. ഗാന്ധാരി വിലാപം എന്ന കവിത നോക്കൂ നിങ്ങൾ. എന്താണ് ഈ കവിത? അതായത് ഈ കവിതയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. കുരുക്ഷേത്ര യുദ്ധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്നിട്ട് 18 ദിവസം നീണ്ടുനിന്ന യുദ്ധമാണെന്ത്? കുരുക്ഷേത്ര യുദ്ധം. ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ആ യുദ്ധഭൂമി ദർശിക്കാനായിട്ട്, അതായത് കാണാനായിട്ട് ഗാന്ധാരി ശ്രീകൃഷ്ണനോടൊപ്പം പോകുന്നതാണ്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോടൊപ്പം പോയി ഗാന്ധാരി കാണുന്ന കാഴ്ചകളെയാണ് നമ്മൾ ഈ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന കവിതയിൽ കാണുന്നത്. അതായത് മരിച്ചു കിടക്കുന്ന ഓരോരുത്തരെയുമായിട്ട് എന്താണ് ഗാന്ധാരി കാണുകയും എന്നിട്ട് വിഷമിക്കുകയും ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കവിത ഒന്ന് പരിചയപ്പെടാം. നോക്കുക. കണ്ടീലയോ നീ മുകുന്ദ ധരണിയിലുണ്ടായ മന്നവരിൽ മുമ്പൻ ഭഗദത്തൻ തൻ കരിവീരനരികെ ധനുസ്സുമായി സംക്രാന്തനാത്മജനെയ്ത ശരത്തിനാൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ. അതായത് ഗാന്ധാരി പറയാണ്, കണ്ടില്ലേ കൃഷ്ണ, രാജാക്കന്മാരിൽ മുമ്പനായ ഭഗദത്തൻ മരിച്ചു കിടക്കുന്നത് നീ കണ്ടില്ലേ? ആരാണ് ഭഗദത്തൻ്റെ മരണത്തിന് കാരണക്കാരൻ? സംക്രാന്തനാത്മജനാണ്. അതായത് അർജുനനെയ്ത ശരമേറ്റിട്ടാണ് ആര് മരിച്ചു കിടക്കുന്നത്? ഭഗദത്തൻ മരിച്ചു കിടക്കുന്നത്. എങ്ങനെയാണ്? തൻ്റെ ആനയുടെ അരികിലാണ് ഭഗദത്തൻ മരിച്ചു കിടക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. സംക്രാന്തൻ ആത്മജൻ എന്ന് പറഞ്ഞാൽ അർജുനനാണ്. അർജുനൻ എയ്ത ശരമേറ്റിട്ടാണ് ആര് മരിച്ചു കിടക്കുന്നത്? ഭഗദത്തൻ മരിച്ചു കിടക്കുന്നത്. അതായത് രക്തത്തിൽ കുളിച്ചിട്ടാണ് ആര് മരിച്ചു കിടക്കുന്നത്? ഭഗദത്തൻ മരിച്ചു കിടക്കുന്നത്. അടുത്ത വരികൾ നോക്കിയേ. നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലിഴൂം അർജുനൻ തൻ്റെ തിരുമകൻ വല്ലഭീ വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്ക എത്രേ നിനക്ക് രസമെടോ. അതായത് ഗാന്ധാരി പറയാണ്, കണ്ടില്ലേ കൃഷ്ണ, നിന്റെ അതായത് നല്ല മരതകക്കല്ല് പോലെ സുന്ദരനായ കുമാരൻ ആരാണ്? അഭിമന്യുവിനെയാണ് ഗാന്ധാരി നോക്കിക്കാണുന്നത്. ആരാണ് അഭിമന്യു? അർജുനന്റെയും സുഭദ്രയുടെയും മകനാണ്. സുഭദ്ര എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ മരുമകൻ കൂടിയാണ് ആര്? അഭിമന്യു. അവനെയെങ്കിലും നിനക്കൊന്ന് കൊല്ലാതെ വിട്ടുകൂടായിരുന്നു. എന്നിട്ട് പറയാണ്, അല്ലെങ്കിലും എന്താണ്, നിനക്ക് കൊല്ലിക്കുന്നതാണ് രസം. എന്നിട്ടോ പിന്നെന്താ പറയുന്നത്? അല്ലലാകുന്നിതേ കണ്ടുതോറും എനിക്കെല്ലാകിലും പൊളിയല്ലിതു ദൈവമേ മന്ദസ്മിതം പൂണ്ടു സുന്ദരമാമുഖം മിന്ദീവരേക്ഷണ കണ്ടാൽ പൊറുക്കുമോ. അതായത് ഗാന്ധാരി പറയാണ്, അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. എനിക്കിത് കാണുന്ന സമയത്ത് അത്യധികം ദുഃഖമാണ് തോന്നുന്നത്. പുഞ്ചിരിച്ച് കിടക്കുന്ന, അതായത് മരിച്ചു കിടക്കുമ്പോൾ പോലും മുഖത്ത് എന്തുണ്ട്? പുഞ്ചിരിയുണ്ട്. അത് കാണുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് പൊറുക്കാനാവുന്നില്ല എന്ന്. ദൈവത്തിന് പോലും എന്താണ് അത് പൊറുക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഗാന്ധാരി പറയുന്നത്. എത്രയും ബാലയായി മേവിനൊരുത്തര ചിത്തമുഴന്നലറുന്നതു കാൺക നീ. എന്താ അവിടെ പറയണത്? അതായത് വളരെ പ്രായം കുറഞ്ഞ ഉത്തര എന്താണ് അത്യധികം ദുഃഖത്തോടു കൂടിയിട്ട് കരയുന്നത് നീ കാണുന്നില്ലേ? സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ ക്രന്ദനം ചെയ്തുരുളുന്നതു കാൺക നീ. സുന്ദരിയായ സുഭദ്ര ഭൂമിയിൽ വീണ് കിടന്ന് ഉരുണ്ട് നിലവിളിക്കുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ എന്ന് ഗാന്ധാരി ആരോട് ചോദിക്കുകയാണ്? ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്. പിന്നെയോ, അല്ലൽ പൂണ്ട് ഇങ്ങനെ ഞങ്ങൾ കേഴുന്നതേനില്ലയോ ഖേദം ചെറുതു നിൻ മാനസേ. ദുഃഖത്തോടു കൂടി ഞങ്ങൾ ഈ കരയുന്നത് കാണുന്ന സമയത്ത് നിനക്ക് തെല്ല് വിഷമം പോലും ഇല്ലേ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. കല്ലുകൊണ്ടാണോ നിന്റെ മനം ഉണ്ടാക്കിയിരിക്കുന്നത്? കല്ലിന് പോലും എന്താണ് ഇത് കാണുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ആർദ്രത തോന്നുമെന്ന് ആര് പറയാണ്? നമ്മുടെ ഗാന്ധാരി പറയാണ്. അതിനുശേഷം എന്താണ്? അല്ലേ ഗഡോൽക്കജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നിതങ്ങതിനപ്പുറം എന്നാണ് പറയുന്നത്.
നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പൂക്കാൻ. അടുത്തതായിട്ട് ആരെയാണ് കാണുന്നത്? അടുത്തതായിട്ട് ഗാന്ധാരി നോക്കിൽ കാണുന്നത് ഘടോൽക്കചനെയാണ്. ഭീമാത്മജൻ എന്നാണ് ഘടോൽക്കചൻ അറിയുക. ആരാണ് ഭീമാത്മജൻ? ഭീമന്റെ പുത്രനാണ് ആര്? ഘടോൽക്കചൻ. എങ്ങനെയാണ് മരിച്ചു കിടക്കുന്നത്? നീലമല പോലെയാണ് മരിച്ചു കിടക്കുന്നത്. ആരാണ് ഘടോൽക്കചനെ വധിച്ചത്? കർണനാണ് വധിച്ചത്. പിന്നെയോ കണ്ടം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുനൻ ഏതശരത്തിനാൽ എൻ മകൾ ദുശ്ശല കേഴുന്ന ഓർത്തെന്നുള്ളിൽ എൻ മനം വെന്തുരുകുന്നു ശിവ ശിവ എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഗാന്ധാരി പറയാണെന്ത്? അതാ കഴുത്തറ്റ് കിടക്കുന്ന തൻ്റെ എന്താണ് മരുമകനെ നീ കാണുന്നില്ല. മരുമകൻ ആരാണ് ഇവിടെ? ജയദ്രഥൻ. അതായത് 101 മക്കളാണ് ആർക്കുള്ളത്? ഗാന്ധാരിക്കുള്ളത്. അതിൽ ഒരാള് മകളാണ്. അപ്പൊ ആ മകള് ആരാണ്? ഗാന്ധാരിയുടെ മകൾ ആരായിരുന്നു? ദുശ്ശള അല്ലെ? ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. ജയദ്രഥൻ എങ്ങനെയാ മരിച്ചത്? കഴുത്തറ്റിട്ടാണ് മരിച്ചു കിടക്കുന്നത്. ആരാണ് ജയദ്രഥനെ വധിച്ചത്? അർജുനനാണ് വധിച്ചത്. പിന്നെയോ അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഗാന്ധാരി പറയാണ് എൻ്റെ മനസ്സ് വെന്തുരുകുകയാണ് എന്ന് പറയാണ്. ഇനി അടുത്തതിലേക്ക് നോക്കിയേ, എന്താണ്? ദ്രോണരെ സംസ്കരിച്ചൊരു നിലമത കാണായ ധാരണ നായതല്ലയോ ദൃഷ്ടതയുള്ള ദൃഷ്ടദ്യുമ്നേറ്റവും ശിഷ്ടനായൊരു ഗുരുവിനെ കൊല്ലുവാൻ മറ്റൊരുത്തന് തോന്നിയിടുമോ മാനസേ. എന്താണ്? മുറ്റുവനൊഴിഞ്ഞോർക്കിൽ മഹാമതേ എന്നാണ് പറയുന്നത്. ആരാണ്? അടുത്തായിട്ട് ഗാന്ധാരി എന്താ കാണുന്നത്? ദ്രോണരെ സംസ്കരിച്ച നിലം കാണാണ്. എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവരും എന്താണ് അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അതായത് യുദ്ധത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിലൊരു നിയമമാണെന്ത്? യുദ്ധത്തിൽ ബ്രാഹ്മണരും മരിച്ചു കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ എന്ത് ചെയ്യണം? സംസ്കരിക്കണം എന്നത്. അപ്പൊ ഇവിടെ ദ്രോണർ എന്താണ്? ബ്രാഹ്മണനായതുകൊണ്ടാണ് അദ്ദേഹത്തെ യുദ്ധഭൂമിയിൽ തന്നെ സംസ്കരിച്ചത്. എന്നിട്ട് ഗാന്ധാരി പറയാണ് ദ്രോണർ എന്ന് പറഞ്ഞാല് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാണ്. അപ്പൊ ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിട്ടുള്ള ദ്രോണരെ പെട്ടെന്നൊന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? വധിക്കാനായിട്ട് കഴിയില്ല. അതിനെന്ത് വേണം? കുറച്ച് കുടിലമായിട്ടുള്ള ബുദ്ധി ആവശ്യമാണ്. അല്ലെങ്കിൽ ചതിയിലൂടെയാണ് ദ്രോണരെ വധിച്ചത്. ആരാണ് വധിച്ചത്? ദൃഷ്ടദ്യുമ്നനാണ് വധിച്ചത്. അപ്പൊ ഈ ദൃഷ്ടദ്യുമ്നന് മാത്രമേ ഉള്ളൂ തൻ്റെ ഗുരുവിനെ കൊല്ലാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മറ്റൊരുത്തനും എന്താണ്? തനിക്ക് അറിവ് പകർന്നു തന്ന ഗുരുവിനെ വധിക്കാനായിട്ട് കഴിയുകയില്ല. അടുത്തത് എന്താണ്? ഗാന്ധാരി കാണുന്നത് ആരെയാണ്? അയ്യോ പുനരതിനങ്ങേ പുറത്തതാ മെയ്യഴകുള്ള ദുശ്ശാസനൻ എൻ മകൻ നിയന്തി വണ്ണമെൻ മാധവാ കാട്ടുവാൻ തീയത് കത്തുന്നതിനുള്ളിൽ ഈശ്വര എന്നാണ് പറയുന്നത്. പിന്നെയോ മാരുതി കീറി പിളർന്നു കുടിച്ചൊരു മാറിടം കണ്ടാൽ പൊറുക്കുമോ പൈതലേ മാറുമോ കണ്ണുനീരെനിക്കുണ്ടായ ആറുമോ ശോകമെൻ മാനസേ ഗോപതേ എന്നാണ് പറയുന്നത്. അതായത് അടുത്തത് മെയ്യഴകുള്ള വളരെ ശരീരഭംഗിയുള്ള അത്യധികം സുന്ദരനായിട്ടുള്ള എൻ്റെ മകൻ ദുശ്ശാസനനല്ലേ അങ്ങ് അപ്പുറത്ത് കിടക്കുന്നത്. അതായത് മാരുതി എന്ന് പറഞ്ഞാൽ ഭീമൻ അദ്ദേഹത്തിന്റെ മാറ് കീറിപ്പിളർന്ന് രക്തം എന്താക്കിയിട്ടുണ്ട്? കുടിച്ചിട്ടുണ്ട്. ആ മാറിടം കണ്ടു കഴിഞ്ഞാൽ എന്താണ്? പൊറുക്കാൻ കഴിയില്ല. ഈ ദുഃഖം എനിക്കുണ്ടായ ദുഃഖം എന്നെങ്കിലും എന്താണ് ഇല്ലാതായി കിട്ടുമോ എന്ന് ശ്രീകൃഷ്ണനോട് പറയാണ്. അതായത് അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുക, ദുശ്ശാസനനെ ആരാണ് വധിച്ചത്? ഇവിടെ ഭീമനാണ് വധിച്ചത്. എങ്ങനെയാ വധിച്ചത്? മാറ് കീറി പിളർന്നിട്ടാണ് വധിച്ചത്. ഓർത്തു വെക്കണം കേട്ടോ. പിന്നെയോ അടുത്തത് നോക്കിയേ, എൻ്റെ മകൻ ദുര്യോധനൻ തൻ മകൻ ശരീരമതല്ലോ ദയാനിധേ ലക്ഷണമുള്ളൊരു പൈതലാം എന്നുടെ ലക്ഷ്മണ നീയും ചതിച്ചിതു ഞങ്ങളെ കണ്ണുകൊണ്ടിങ്ങനെ കാണണമെന്നത് ഉണ്ണികളെ എനിക്ക് എന്തിതു തോന്നുവാൻ. അടുത്തായിട്ട് പറയാണ്, എന്താ പറയണത്? അയ്യോ എൻ്റെ മകൻ. ആരാണ് എൻ്റെ മകൻ? അതെ, ദുര്യോധനന്റെ മകൻ ലക്ഷ്മണൻ. അതായത് എൻ്റെ മകൻ ദുര്യോധനന്റെ മകൻ ലക്ഷ്മണന്റെ ശരീരമല്ലേ ആ കിടക്കുന്നത്. ലക്ഷണമുള്ള പൈതലായ ലക്ഷ്മണ നീയും ഞങ്ങളെ ചതിച്ച് പോയോ, അല്ലെങ്കിൽ നീയും ഞങ്ങളെ വിട്ടുപോയോ എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരി എന്ത് ചെയ്യാണ്? വിലപിക്കുകയാണ്. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെയോ എന്നിട്ട് പറയാണ്, ഗാന്ധാരി പറയാണ്, എന്തിനാണ് ഭഗവാൻ എനിക്ക് കണ്ണുകൊണ്ട് എൻ്റെ മക്കളെ കാണണമെന്ന് തോന്നിയത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഗാന്ധാരി
അല്ലെ, ധൃതരാഷ്ട്രരെ വിവാഹം കഴിച്ചു അല്ലെ. അപ്പൊ ധൃതരാഷ്ട്രരെ വിവാഹം കഴിച്ച സമയത്ത് ധൃതരാഷ്ട്രർ എന്താണ്? അന്ധനാണ്. അപ്പോൾ തൻ്റെ പതി എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് അന്ധനായതുകൊണ്ട് തന്നെ തനിക്കും എന്താണ് കാഴ്ച വേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഗാന്ധാരി എന്ത് ചെയ്യാണ്? തൻ്റെ കണ്ണുകൾ അവിടെ മൂടി കെട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗാന്ധാരി ഈ അവസാന നിമിഷമാണ് എന്ത് ആദ്യമായിട്ട് തൻ്റെ മക്കളെ കാണുന്നത്, അതും ചലനമറ്റ് കിടക്കുന്ന മക്കൾ. ആ അമ്മയുടെ അതിയായ ദുഃഖത്തെയാണ് ഇവിടെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നോക്കുക, എന്താണ്? കർണനാ മങ്കന രാധിപൻ എന്നുടെ ഉണ്ണികൾക്കേറ്റവും പ്രധാനനായുള്ളവൻ കുണ്ടലമറ്റതാ വേറെ കിടക്കുന്നു ഗണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു. അതായത് എൻ്റെ ഉണ്ണികൾക്ക് ഏറ്റവും പ്രിയങ്കരനാണ് ആര്? കർണൻ. കർണന്റെ ശരീരത്തെയാണ് അടുത്തതായിട്ട് ആര് കാണുന്നത്? ഗാന്ധാരി കാണുന്നത്. എങ്ങനെയാണ്? കുണ്ടലമറ്റ് വേറെ കിടക്കുന്നുണ്ട്, പക്ഷെ എന്താണ്? ഗണ്ഡസ്ഥലം മിന്നുന്നുണ്ട്, അതായത് കവിൾ എന്ത് ചെയ്യുന്നുണ്ട്? മിന്നുന്നുണ്ട്. വില്ലാളികൾ മുമ്പനായവൻ തന്നെ വില്ലിതാ വേറെ കിടക്കുന്ന ദീശ്വര. അതെ, വില്ലാളികളിൽ മുമ്പനായിട്ടുള്ള കർണന്റെ വില്ലെന്താണ്? വേറെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെയോ കണ്ടാൽ മനോഹരനാം അവൻ തന്നുടൽ കണ്ടാലും അമ്പോടു നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്ന ദിങ്ങനെ വന്നതീനെന്തൊരു കാരണം ദൈവമേ എന്നാണ് പറയുന്നത്. പൂരിച്ച ഗേതാൽ കരം മടിയിൽ ചേർത്തു ഭൂരിശ്രവാവിൻ പ്രണയിനി കേഴുന്നോൾ. അതായത് അറ്റുപോയ കൈകൾ മടിയിൽ വെച്ചുകൊണ്ട് ഭൂരിശ്രവാവിൻ്റെ പത്നി കരയാണ്, അല്ലെങ്കിൽ പ്രണയിനി കരയുന്ന കാഴ്ചയാണ് ഗാന്ധാരി കാണുന്നത്. അപ്പൊ യുദ്ധത്തിൽ എന്താണ്? എല്ലാവർക്കും എന്താണ്? നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. കൗരവ ബന്ധുവായിട്ടുള്ള ഭൂരിശ്രവാവിൻ്റെ അറ്റുപോയ കൈകൾ മടിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ എന്താണ് ഭൂരിശ്രവാവിൻ്റെ പത്നി കരയുന്നത് ഗാന്ധാരി ഇങ്ങനെ നോക്കിക്കാണുകയാണ്. പിന്നെയോ ഉന്മൂല നാശന കാരണനാകിന ദുർമതി വീരൻ ശകുനിയുടെ ഉടൽ പക്ഷികൾ തങ്ങൾക്കു ഭക്ഷണമാക്കിനാൻ പക്ഷമായുള്ളതു കണ്ടീലയോ ഹരേ എന്നാണ് പറയുന്നത്. അതായത് ഈ ഉന്മൂലനാശത്തിന്, സർവനാശത്തിന് കാരണക്കാരനാണ് ആര്? ശകുനി, ഗാന്ധാരിയുടെ സഹോദരനാണ്. അപ്പോൾ പറയണേ ഈ രണ്ട് കൂട്ടരെയും, കൗരവരെയും പാണ്ഡവരെയും തമ്മിൽ തെറ്റിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനാണ് ശകുനി. അപ്പൊ ശകുനിയുടെ ഉടല് പക്ഷികളാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണമാക്കുന്നത്. അതേതായാലും എന്താണ്? നല്ലതാണ്, ഉചിതമാണ് എന്നാണ് ഗാന്ധാരി പറയുന്നത്. ഇനി അടുത്തത് ഗാന്ധാരി പറയാണ്, നോക്കുക. ഉണ്ണി മകനെ ദുര്യോധന തവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉമ്പൻകോനൊത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും ഇട്ടും കളഞ്ഞുടനെ തന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയി കൊണ്ടതെങ്ങു നീ പൊട്ടുന്നിതെൻ മനം കണ്ടിതെല്ലാം അഹോ പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായതോ ചോരയിൽ പുഷ്ടകോപത്തോടു മാരുതി തച്ചുടൽ പൊട്ടിച്ചു കാലും ഒടിച്ചുകൊണ്ടിങ്ങനെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഗാന്ധാരി അടുത്തതായിട്ട് കാണുന്നത് ആരെയാണ്? തൻ്റെ പ്രിയ പുത്രനായിട്ടുള്ള ദുര്യോധനനെയാണ്. എന്നിട്ട് എങ്ങനെയാ പോകുന്നത്? ഉണ്ണീ മകനേ ദുര്യോധന എന്ന് കരഞ്ഞുകൊണ്ട് ഗാന്ധാരി പോവാണ്. എന്നിട്ടോ പൊന്നിൻ്റെ കിരീടവും അല്ലെ സർവ്വ അലങ്കാരങ്ങളും നിന്റെ വമ്പും പ്രതാപവും എല്ലാം ഇട്ടിട്ട് നീ എവിടേക്കാണ് പോയത്? നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെയും അതിലും പ്രിയപ്പെട്ട നിന്റെ അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ച് നീ എവിടേക്കാണ് പോയത്? ഇതൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് പൊട്ടുകയാണ് എന്ന് ഗാന്ധാരി പറയാണ്. എന്നിട്ട് ഗാന്ധാരി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായതോ ചോരയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വരി, അനോട്ടേഷനൊക്കെ ചോദിക്കാറുണ്ട്. അതായത് പട്ടിൻ്റെ കിടക്കയിൽ കിടക്കുന്ന നീ ചോരയിലാണോ മരിച്ചു കിടക്കുന്നത്? എന്നിട്ട് പറയുന്നത് എന്താണ്? പുഷ്ടകോപത്തോടു കൂടിയിട്ട്, അത്യധികം കോപത്തോടു കൂടിയിട്ട് മാരുതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭീമൻ തച്ചുടച്ച നിന്റെ തുട കാണുന്ന സമയത്ത് സഹിക്കാൻ പറ്റണില്ല എന്ന് ഗാന്ധാരി പറയാണ്. എന്നിട്ട് ഗാന്ധാരി പറയാണ്, കണ്ടുകൂടാ എനിക്കെന്നു ഗാന്ധാരിയും മണ്ടിനാൽ വീണാൽ ഉരുണ്ടാൽ തെരുതരെ. ഇതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരി എന്ത് ചെയ്യാണ്? നിലത്ത് വീണ് ഉരുണ്ട് നിലവിളിക്കുകയാണ്. വീണ്ടും എന്താണ്? ബോധം വരുന്നു. എന്നിട്ട് ഓരോന്നും പറയുന്നു. വീണ്ടും ഇങ്ങനെ വീണ് കിടന്ന് ഉരുണ്ട് നിലവിളിക്കുകയാണ് ആര്? ഗാന്ധാരി. ഇതുവരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന് ശേഷം വരുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധാരി
ശ്രീകൃഷ്ണനെ ശപിക്കുകയാണ്. എങ്ങനെയാ ശപിക്കുന്നത്? 3 പന്തിരാണ്ട് ചെല്ലുമ്പോൾ നീയും നിന്റെ വംശവും തവ മുടിഞ്ഞു പോട്ടെ എന്നൊരു ശാപം ഗാന്ധാരി ആർക്ക് കൊടുക്കുകയാണ്? ശ്രീകൃഷ്ണന് നൽകുകയാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധാരി എന്താണ്? വിലപിക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾ അത്ര മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണിത്. ഇതിന് എസ്സേ ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, കർണൻ മരിച്ചു കിടക്കുന്നത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വിശദമായിട്ട് പറഞ്ഞു അല്ലേ? എന്താണ് പറഞ്ഞത്? ഗാന്ധാരി പറയാണ് അല്ലേ, എൻ്റെ ഉണ്ണികൾക്ക് ഏറ്റവും പ്രിയങ്കരനാണ് കർണൻ. അതുപോലെ എന്താണ്, കുണ്ടലം അറ്റ് കിടക്കുന്നുണ്ട്, ഗണ്ഡസ്ഥലം മിന്നുന്നുണ്ട്. അതുപോലെ വില്ലാളികളിൽ വീരനാണ് ആര്? കർണൻ. കർണന്റെ വില്ല് വേറെ കിടക്കുന്നുണ്ട്. നായും നരികളുമാണ് കർണന്റെ ശരീരം കടിച്ച് പറിക്കുന്നത്. അതുപോലെ നല്ല മരതക കല്ലുപോലെ മനോഹരനായ കുമാരൻ എന്ന ആരെയാണ് വിശേഷിപ്പിച്ചത്? ആരെയായിരുന്നു ഗാന്ധാരി വിശേഷിപ്പിച്ചത്? അഭിമന്യുവിനെയാണ് വിശേഷിപ്പിച്ചത്. ഭീമാത്മജൻ ആരാണ്? ആരായിരുന്നു ഭീമാത്മജൻ? അതെ, ആരാണ്? ഘടോൽകചൻ. പിന്നെയോ, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ശകുനിയുടെ കാര്യമാണ് അല്ലെ. പക്ഷികൾ ഭക്ഷണമാക്കുന്നത് ആരെയാണ്? ശകുനിയെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ ദുര്യോധനനെ എങ്ങനെയാണ് ഗാന്ധാരി അവതരിപ്പിച്ചത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദുര്യോധനെ എങ്ങനെയായിരുന്നു അവതരിപ്പിച്ചത്? ദുര്യോധനെ നോക്കുക, നമ്മളറിയാം, ഉണ്ണി മകനെ ദുര്യോധന അല്ലെ, വമ്പും പ്രതാപവും എല്ലാം ഉപേക്ഷിച്ച്, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവിനെ പോലും ഉപേക്ഷിച്ച് നീ എവിടേക്കാണ് പോയത്? പട്ടുകിടക്ക മേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായുധോ ചോരയിൽ എന്നാണ് പറയുന്നത്. ദുര്യോധനെ വധിച്ചത് ആരാണ്? ഭീമൻ. അതും ഓർത്തു വെക്കണം. പിന്നെ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പട്ടുകിടക്ക മേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായതോ ചോരയിൽ. ചിലപ്പോൾ ഈ വരി തരും, എന്നിട്ട് പട്ടുകിടക്കയും പട്ടുകിടക്കുക തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കുക, പട്ടുകിടക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുകൊണ്ട് നിർമ്മിച്ച കിടക്ക എന്നാണ് അർത്ഥം. പട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ച് കിടക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താണ് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.